ഈ ലഹരി പിടികെട്ടാൽ പിന്നെ ഇതൊരു അഡിക്ഷൻ പോലെയാണ്. ആ ലഹരി നിങ്ങളുടെ ഉള്ളിൽ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരും പറയാതെ തന്നെ അതിലിങ്ങനെ ലയിക്കാൻ തുടങ്ങും. ആ ലയം വന്നു കഴിഞ്ഞാൽ ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ ലയമുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ പരമാത്മാവിലേക്ക് അടുക്കാൻ തുടങ്ങി. ക്രമേണ മനസ്സ് പരമാത്മാവിലേക്ക് തന്നെ യാത്രയാവും. മനസ്സിലാവുണ്ടല്ലോ? വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. കൃഷ്ണൻ പറയാണ്, എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എന്നിലേക്ക് ലയിച്ചു ചേരുന്നു. ഭട്ടതിരിപ്പാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകളൈതിവര തൊൽക്കലാസേവ ഭൂമൻ നമ്രാണാം നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനം. ആ നിർലീന അവസ്ഥ, ആ ലയം, ആ ഒരു അർപ്പണം, ഇത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലഹരി വരും, ആനന്ദലഹരി വരും, ആത്മരസം വരും. ഗീതയിൽ കൃഷ്ണൻ ഈ വാക്കുപയോഗിച്ചിട്ടുണ്ട്, യസ്തു ആത്മരതിരേവസ്യാൽ ആത്മതൃപ്തശമാനവ ആത്മന്യേ ആത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ആത്മതൃപ്തി, ആത്മരതി വരുംതോറും പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള കാര്യത്തിൽ ലഹരി കുറയും. മനസ്സിലായി? ആനന്ദത്തിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് യു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. നിങ്ങൾക്ക് പറയാൻ പറ്റും, ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് എന്നുള്ളൊരു ഡെഫിനിഷൻ നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾ ഏതിൽ ഇൻവോൾവ് ആവണോ നിങ്ങളുടെ ആനന്ദം, സന്തോഷം പറയൂ കൂടും. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പറയണത്. ഉറക്കം ടോട്ടലി നിങ്ങളതിൽ ഇൻവോൾവ് ആയാൽ, കംപ്ലീറ്റ്ലി നിങ്ങൾ ഇൻവോൾവ് ആയാൽ, നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു ഫ്രഷ്നെസ്സോടുകൂടി പറയും, ഇന്നലെ ഞാൻ സുഖമായി. ആ ഇൻവോൾവ്മെൻ്റ് ആണത്. നേരെ മറിച്ച് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പകുതി ഡ്രീമും വല്ലാത്ത ഡ്രീമുകളൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ രാവിലെ എണീറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾ പറയും, ഇന്നലെ യെസ്റ്റർഡേ ഇറ്റ് വാസ് സോ ഡിസ്റ്റർബിങ്, ബോറിങ് ആയിരുന്നു എന്ന്. കാരണം നിങ്ങൾക്കതിൽ കംപ്ലീറ്റ്ലി പറയൂ ഇൻവോൾവ് ആകാൻ പറ്റില്ല. എവിടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ട്. സന്തോഷത്തിൻ്റെ രഹസ്യം ഇതാണ്, ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പം പടിപടിയായി നമ്മുടെ സന്തോഷം, സാധാരണ പറയുക, പ്രായം കൂടുന്തോറും സന്തോഷം കുറയുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് കുറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് ലെവൽ വളരെ കുറവായിരിക്കും. കാരണം വേണ്ടാത്ത ആലോചനകൾ, വേണ്ടാത്ത വറികൾ, ഈ തോട്ട്സുകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. എന്നാൽ ആർക്കാണോ ആ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നാമജപ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഭാഗവതത്തിൽ കൃഷ്ണൻ പറയും, 2 പേരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണു. 2 പേര്, ഐ റെസ്പെക്ട് 2 കൈൻഡ് ഓഫ് പീപ്പിൾ. ഒന്നാമത്തത് 9ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ ശ്ലോകമാണ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ. അവിടെ പറയും, ദ്വാവേമ ചിന്തയാമുക്തോ പരമാനന്ദ സംപ്ലുതോ യാ ജഡോ ഭാലോ യോ ഗുണേഭ്യ പരം മന എന്നൊരു ശ്ലോകമുണ്ട്. 2 പേരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഒന്ന്, കുട്ടികളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവർ വളരെ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, അവർ ഇൻവോൾവ് ആണ്. കളിക്കുമ്പോൾ ഇൻവോൾവ് ആണ്, ഉറങ്ങുമ്പോഴും ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അതേപോലെ ആരാണോ നാമജപം ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുന്ന സമയത്ത്, അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആകുന്നത്, ആ മനസ്സുള്ളവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്. ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡോടുകൂടി ജീവിക്കുന്നവരെ ഞാൻ, മനസ്സിലായില്ല? ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡോടുകൂടി ജീവിക്കുന്നവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. കൃഷ്ണൻ തന്നെ പറയുന്ന വാക്കുകളാണ്. അപ്പം നോക്കൂ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ലെവലിലേക്ക് പടിപടിയായി ഉയർന്നു വരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നാളെ മുതൽ നാമം ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്ന നാമത്തിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇൻവോൾവ്, കുറച്ചു നേരം അതിലങ്ങോട്ട് ലയിക്കുക, ഒന്ന് പരിശീലിക്കുക. ഏതായാലും നമുക്ക് ഗീതയിൽ ബാക്കിയുള്ള ശ്ലോകങ്ങളിലേക്ക് കുറച്ച് വരാം. അവിടെ പറയുന്നു, അടുത്തത് മഹർഷയസ്, ഞാൻ 6ാമത്തെ ശ്ലോക വായിക്കുന്നത്. മഹർഷയ സപ്തപൂർവേ
ചത്വാരോ മനവസ്തദാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാ പ്രജാ. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാണ് മഹർഷയ സപ്ത മഹർഷയ. ആരാ ഈ സപ്ത മഹർഷിമാർ? നമ്മുടെ ഹിന്ദു മിത്തോളജിയുടെ ഒരു എന്താ പറയുക, ഒരു കഥയാണ്. ഭഗവാനിൽ നിന്ന് ആദ്യം പ്രകടമായവരാണ്, ബ്രഹ്മാവിൽ നിന്ന് പ്രകടമായവരാണ് സപ്തർഷികൾ. ആരാ ഈ സപ്തർഷികൾ? അത്രി, ഭൃഗു, അതുപോലെ പുലഹൻ, പുലസ്തൻ, അതുപോലെ മരീചി, വസിഷ്ഠൻ, അതുപോലെ പിന്നെ ആരാണ് ഒരാളും കൂടി, ക്രതു. ഇങ്ങനെ 7 പേര്. അങ്ങനെ 7 മഹർഷിമാരെ പൊതുവെ വിളിക്കുന്ന പേരാണ് ആര്? സപ്തർഷികൾ. അതുപോലെ ചത്വാരോ. ചത്വാരോ എന്ന് പറഞ്ഞാൽ ചത്തുപോയവരെന്നല്ല, സംസ്കൃതം അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചത്വാരോ എന്ന് പറഞ്ഞാൽ ചതുർ. ആരാ? 4 എണ്ണം. 4 മഹർഷിമാർ. അവരാരൊക്കെയാണ്? അവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് സനൽകുമാരന്മാർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. സനന്ദൻ, സനകൻ, സനാതനൻ, സനൽകുമാരൻ. ഇങ്ങനെ സനൽകുമാരാദി മഹർഷിമാരെ മൊത്തം വിളിക്കുന്ന പേരാണ് ചത്വാര്, 4 പേര്. പിന്നെ മനവസ്തത. മനവ എന്ന് പറഞ്ഞാൽ മനുക്കന്മാർ. മനു എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പ്രകടമായ മനുഷ്യനെയാണ് മനു എന്ന് പറയുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് സ്വയംഭുവ മനു എന്ന്. അപ്പം നമ്മളൊക്കെ മനുവിൻ്റെ വംശപരമ്പരയാണ്. മനസ്സിൽ നിന്നും ജനിക്കുന്നവരെ ആയതുകൊണ്ടാണ് മനു എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ? സനാതനമായ തത്വത്തിൽ നിന്നും പ്രകടമായി സനാതന തത്വബോധമുള്ളവരെയാണ് സനൽകുമാരൻ എന്ന് പറയുന്നത്. സപ്തർഷികൾ അവർ 7 പേര്, ഭൃഗു തുടങ്ങിയവർ. അവരാണെങ്കിലോ ജ്ഞാനത്തിൽ നിന്നും പ്രകടമായി വന്നവരൊക്കെ ഋഷിമാരാണ്. അപ്പം ജ്ഞാനം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നവർ സപ്തർഷികളും, ശ്രദ്ധിക്കണേ, ജ്ഞാനം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നവർ ഋഷിമാരും, പരമാത്മ അനുഭൂതി ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നവർ പറയൂ സനകാദി മഹർഷിമാരും, മനസ്സ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നവർ മനുക്കന്മാരും. അങ്ങനെയാണ് ഈ എവല്യൂഷൻ പ്രകടമായത്. ഇപ്പം സനൽകുമാരാദി മഹർഷിമാർ അവർ പ്രകടമായ നിമിഷം മുതൽ ആനന്ദത്തിലാണ്. കാരണം അവർക്ക് ആ കണക്ടിവിറ്റി നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതുമായി? പരമാത്മ. അവരെപ്പോഴും നഗ്നരായിട്ടേ നടക്കും. കാരണം അവർക്ക് ആ ദേഹബോധം ഇല്ലേ, അത്ര പരമാനന്ദ നിർവൃതിയിൽ അങ്ങനെ ജീവിക്കുന്നവരായിരുന്നു ഈ സനൽകുമാരൻ. ഋഷിമാരാണെങ്കിലോ അവർ വളരെ ജ്ഞാനികളാണ്, നോളജ് ഓറിയൻറ്റഡ് ആണ്. എന്നാൽ മനുഷ്യരോ പറയൂ, ഇവർ മനസ്സിൻ്റെ വികാരത്തിൽ, അതായത് ഇമോഷണലാണ് നമ്മൾ. അപ്പം ഇമോഷണലായിട്ടുള്ള നമ്മളും. എന്താണ് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ? അതായത് മനുഷ്യൻ 2 കാര്യങ്ങളാണ് ലോകത്തിൽ സെർച്ച് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ 2 കാര്യങ്ങളോ. 1 സുഖം വേണം, 2 സുരക്ഷിതത്വം വേണം. സുഖവും സുരക്ഷിതത്വമാണ് മനുഷ്യൻ്റെ ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പം സുഖം എവിടെ കിട്ടും? സുരക്ഷിതത്വം എങ്ങനെ കിട്ടും? അങ്ങനെയാണ് ഈ വിവാഹബന്ധം പോലും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിൽ. നോക്കൂ, നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെ മകനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി. എൻ്റെ ചോദ്യമല്ല, എൻ്റെ ചോദ്യം കുറച്ചുകൂടിയും ഒരു സൈക്കോളജിക്കലി ചോദിക്കുകയാണ്. നിങ്ങളുടെ മകനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ജീവിതം സുരക്ഷിതമാവാനാണോ സുഖമാവാനാണോ? ഉറക്കെ പറയൂ. നിങ്ങളെന്തോ വേറെന്തോ പറയുന്നുണ്ടല്ലോ, പൈസ ഉണ്ടാക്കാനാണെന്നോ? സുഖമാവാനാണോ സുരക്ഷിതത്വം ഉണ്ടാവാനാണോ? സുഖം കൂടുതൽ സുഖമാണോ സുരക്ഷിതത്വമാണോ? സുഖമാണ്. നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതോ? സുരക്ഷിതത്വം. ഇത് 2 ഉള്ളൂ ഇവിടെ ബന്ധം, സുരക്ഷിതത്വവും സുഖവും. അങ്ങനെ കല്യാണം കഴിയുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുക. ഇനി ഞാൻ പറയണ്ടല്ലോ, കല്യാണം കഴിയുമ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലാവുക ഇയാളെ സുരക്ഷിതനല്ല. എന്നിട്ട് ഇയാളുണ്ടോ എന്നെ സുരക്ഷിതനാക്കാൻ പോടോ? മനസ്സിലാവുണ്ടല്ലോ. എന്തോ ശബ്ദം കേട്ടപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്,
എടി നീ പോയി നോക്കാരാണ്, ഞാൻ കട്ടിലിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കാമെന്ന്. ഈ തരത്തിലുള്ള എന്താ പറയുക, ധൈര്യമുള്ള ഒരാൾക്ക് എങ്ങനെ സുരക്ഷിതപ്പെടുത്താൻ പറ്റും? മനസ്സിലായില്ലേ? പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ്. അത് ഒന്നൊന്ന് നോക്കൂ നിങ്ങൾ. ഭീമനൊക്കെ തന്നെ ഒരാൾ പോരെ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ. ആ 5 ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ചിട്ടാണ് പാഞ്ചാലി ഇൻസൾട്ട് ചെയ്തത്. അപ്പോഴാണ് പാഞ്ചാലിക്ക് മനസ്സിലായത് എന്ത്, ഇവരൊന്നും പേര് വിളിച്ചിട്ട് കാര്യമില്ലെന്ന്. സാധാരണ നിങ്ങളാണെങ്കിൽ ചേട്ടാ ഏട്ടാ എന്നൊക്കെയല്ലേ വിളിക്കുക. പാഞ്ചാലി ഒരു ഏട്ടനെയും ചേട്ടനെയും വിളിച്ചില്ല. പാഞ്ചാലി വിളിക്കുന്നത് ആരെ വിളിച്ചത്? ദ്വാരകാധീശ എന്ന് ആദ്യം വിളിക്കും. പിന്നെ കൃഷ്ണ എൻ്റെ എന്താ പറയുക, അന്തരാത്മാവായിട്ടുള്ള ഭഗവാനെ വിളിക്കുകയാണ്. ആത്മസ്വരൂപനായ ഭഗവാനെ എന്ന് വിളിക്കുമ്പോഴാണ് ഭഗവാൻ ഏത് രൂപത്തിൽ? സാരി രൂപത്തിൽ പ്രകടമാവുന്നത്. ഞാൻ വിചാരിക്കും പാഞ്ചാലി അന്ന് ചുരിദാർ ഉടുക്കാഞ്ഞത് നന്നായിന്ന്. കാരണം കഷ്ടപ്പെടുമായിരുന്നു ഭഗവാൻ ചുരിദാറിൻ്റെ രൂപത്തിൽ വരാൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, 5 ഭർത്താക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് പാഞ്ചാലി ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സുരക്ഷിതം പാഞ്ചാലിക്കുണ്ടായത്?